നമസ്കാരം. അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങാൻ മാതാപിതാക്കളോട് യാത്ര ചോദിക്കുമ്പോൾ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ചുനക്കര പോണാൽ പടിയിറ്റതിൽ ജിയോ വില്ലയിൽ അനിൽ പി ജോർജിന്റെയും അടൂർ ഏനാത്ത് പുതുശ്ശേരി കാവള പുത്തൻ വീട്ടിൽ ഓമനയുടെ മകൻ സ്വരൂപ് ജി അനിലാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഇന്നലെ പുലർച്ചെ 4:30 തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനത്തിൽ ദുബായിലേക്ക് പോകാൻ ഞായറാഴ്ച രാത്രി 11ഓടെ വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദുബായ് യുറാനസ് എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് പാർട്ണറായ സ്വരൂപ് 3 മാസമായി നാട്ടിലുണ്ടായിരുന്നു. മൃതദേഹം 30-ാം തീയതി രാവിലെ 9 വസതിയിൽ കൊണ്ടുവരും. 11:30 ശുശ്രൂഷയ്ക്ക് ശേഷം ചുനക്കര സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ സംസ്കാരം നടക്കും. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്റർനാഷണൽ അഫയേഴ്സ് മോഡറേറ്റർ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കരയുടെ സഹോദരപുത്രനാണ്. ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥൻ ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളിമാടുകുന്ന് AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന വടകര മുട്ടുങ്ങൽ തെക്കേമനയിൽ 29-കാരനായ ശ്യാംലാലാണ് മരിച്ചത്. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ 8 മണിയോടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സിൽ പോകുമ്പോഴാണ് കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. BJP നേതാവ് PS ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായിരുന്നപ്പോൾ ഗൺമാനായിരുന്നു. CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായ രാജന്റെ മകനാണ്.